UDF സർക്കാർ അധികാരത്തിൽ വന്ന് അധിക നാൾ കഴിയുന്നതിന് മുൻപ് തന്നെ പോലീസിൻ്റെ നേതൃത്വ നിരയിൽ വമ്പൻ അഴിച്ചുപണി നടത്തിയിരിക്കുന്നു. ഇടത്ത് സർക്കാർ കീ പോസ്റ്റുകളിൽ നിയമിച്ചിരുന്നവരെ മാറ്റി UDFൻ്റെ അജ്ഞാനുവർത്തികളായ അല്ലെങ്കിൽ തങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് ഇപ്പോൾ പ്രധാന തസ്തികകളിൽ നിയമിച്ചിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ക്രമസമാധാന വിഭാഗം ADGP ആയി ഇൻ്റലിജൻസ് മേധാവി P. വിജയനെ നിയമിച്ചു. ക്രമസമാധാന വിഭാഗം ADGP H. വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് മേധാവിയായി മാറി. പോലീസ് ആസ്ഥാനത്തെ ADGP S. ശ്രീജിത്തിനെ ജയിൽ മേധാവിയാക്കി. ബറ്റാലിയൻ ADGP ആയിരുന്ന ദിനേന്ദ്ര കശ്യപാണ് ഇൻ്റലിജൻസ് മേധാവി. ജയിൽ മേധാവിയായിരുന്ന ബൽറാം കുമാർ ഉപാധ്യായെ ബറ്റാലിയൻ മേധാവിയുമാക്കി. വിജയന് സൈബർ ഓപ്പറേഷന്റെ അധിക ചുമതലയും നൽകിയിട്ടുണ്ട്. പോലീസ് ആസ്ഥാനത്ത് നിന്നും R. നിശാന്തിനിയെ ഇൻ്റലിജൻസ് IG ആയി നിയമിച്ചു. ഇതേപോലെ UDFന് സ്വാധീനിക്കാൻ കഴിയുന്ന, തങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് വിശ്വാസമുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് എല്ലാ ജില്ലാ തലങ്ങളിലും ജില്ലയിലെ പ്രധാന പോസ്റ്റുകളിലും നിയമിച്ചിരിക്കുന്നത്. ഇതെന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത് ഗൗരവമായി ആലോചിക്കേണ്ടതായിരുന്നു. ഇടതുപക്ഷം ഭരിച്ചിരുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ പറയുന്ന കേൾക്കുന്നവർ, വലതുപക്ഷം ഭരിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ പറയുന്നത് അനുസരിക്കുന്നവർ. ഇങ്ങനെയായാൽ ജനങ്ങൾക്ക് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് വരും. അപ്പോൾ പോലീസിനെ ഭരിക്കുന്ന കക്ഷിക്ക് യഥേഷ്ടം വിനിയോഗിക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റിയിരിക്കുന്നു. ഈ പോലീസിൻ്റെ കേസന്വേഷണത്തിൽ പോലും സ്വാധീനിക്കാൻ ഭരണകക്ഷിക്കും അതേപോലെ ഭരണകക്ഷികളെ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തികൾക്കും ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും ഒക്കെ സാധിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പല പ്രധാനപ്പെട്ട വിഷയങ്ങളിലും പോലീസ് നിഷ്പക്ഷത പാലിക്കുന്നതിന് പകരം അവർ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ നടപടികളെ ന്യായീകരിക്കുന്ന രീതിയിൽ സംസാരിപ്പിക്കാൻ അവർക്ക് കഴിയുന്നു. ഒരു തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ ഗവൺമെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്ന നിലവാരത്തിലേക്ക് പോലീസ് സേന തരംതാണു പോയിരിക്കുന്നു. ഇത് നമ്മുടെ രാജ്യത്ത് വളരെയേറെ ദോഷമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിണറായി വിജയനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടുത്തെ സാധാരണ ജനങ്ങളോട് അതിക്രൂരമായി പെരുമാറി. എന്തിനു വേണ്ടി? നമ്മുടെ മുഖ്യമന്ത്രിയെ പ്രീണിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ. ഇപ്പോൾ അവർ UDF വന്നതിന് ശേഷം ആ കേസ് വളരെ ദുർബലമായി. ആ പ്രതികൾക്കെല്ലാം മുൻകൂർ ജാമ്യവും കിട്ടി. കാരണം എന്താ? മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രധാനമായിട്ട് വലിയ തർക്കങ്ങളൊന്നും UDF ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരാകുന്ന പ്രോസിക്യൂട്ടർമാർ ഉന്നയിച്ച് കാണില്ല. കാരണം ഇവിടെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ എതിർത്തവരെ സന്തോഷിപ്പിക്കേണ്ട, അവരെ മുഖ്യമന്ത്രിയെ കല്ലെറിയാൻ ശ്രമിച്ചവരെ സന്തോഷിപ്പിക്കുന്ന നിലപാടാണ് UDF സ്വീകരിച്ചത്. അപ്പോൾ ഇത് ഭരിക്കുന്ന കക്ഷിയുടെ ഉപകരണമായി ലാൻഡ് ഓർഡർ സംരക്ഷിക്കേണ്ട, കേസിൻ്റെ അന്വേഷണം നീതിപൂർവമായി നിർവഹിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ അധപ്പതിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ക്രമസമാധാന നിലയും കുറ്റാന്വേഷണത്തിലുള്ള ആ സത്യസന്ധതയുമാണ് നഷ്ടപ്പെടുന്നത്.